ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല നൂൽപുട്ടും മുട്ടക്കറിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നൂൽപുട്ട് കഴിക്കുന്നത്. ബഹറിൽ ഇന്ത്യയിൽ നൂൽപുട്ട് ഉണ്ടാക്കുന്ന അച്ചില്ലാത്തതുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാറില്ല. ഞാനും അമ്മയ്ക്ക് ഇത്ര ധൃതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്താ വെച്ചാൽ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഡേറ്റ് തന്നതെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ധൃതി കൂട്ടലാണ്. 8:30 ഹോസ്പിറ്റലിൽ എത്താനാട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും അമ്മയും കണ്ണനും കൂടിയാണ് പോണത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അജാതി ബ്ലോക്ക് കാരണം ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ നേരം വൈകി. എന്തോ ഭാഗ്യത്തിന് ഡോക്ടർ അപ്പോഴാണ് എത്തിയത്, അല്ലെങ്കിൽ ലേറ്റ് ആയതിന് നല്ല വഴക്കേട്ടാണ്. പിന്നെ കാര്യങ്ങളൊക്കെ ചടപടേന്നായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ലായിരുന്നു കേട്ടോ, അതുക്കും അപ്പുറമായിരുന്നു. ഒടുക്കത്തെ വേദനയായിരുന്നു, സ്വർഗം കണ്ട് ഞാൻ. പിന്നെ ഒരു 3 മണിക്കൂർ അവരുടെ ഒബ്സർവേഷനിൽ കിടത്തി. അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്കാണ് പോയത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് അപ്പം തന്നെ കഴിക്കാൻ 6 ഗുളിക ഉണ്ടായിരുന്നു. അത് ഫുഡിൻ്റെ കൂടെ തന്നെ കഴിക്കാനുള്ള ഗുളികയായിരുന്നു. 2 ഉരുള ചോറ് കഴിക്കുക, 1 ഗുളിക കഴിക്കുക, അങ്ങനെ. ഞങ്ങൾ 3 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ആയതുകൊണ്ട് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.